ഹ്യൂഗോ ഇതേ നമ്പറിലുള്ള ഒരു ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ലോട്ടറി അവൻ അടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ഒരുപാട് പണക്കാരനാവാണ്. പക്ഷെ ആ ഒരു സംഭവത്തിന് ശേഷം ഇവന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ മരിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവന്റെ വീടിന് തീ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഹ്യൂഗോ ഇങ്ങനെ നോട്ട് ചെയ്യാണ്. ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഹ്യൂഗോ ഇപ്പൊ വിചാരിക്കുന്നത് ആ ഒരു നമ്പർ എന്തോ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ് എന്നൊക്കെ അവനിങ്ങനെ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് ഓസ്ട്രേലിയയിലുള്ള ഒരു ലേഡീനെ അവൻ പരിചയപ്പെടുന്നുണ്ട്. അവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ പസഫിക് ഓഷനിൽ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അയാളുടെ റേഡിയോയിലേക്ക് ഒരു സിഗ്നൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു സിഗ്നലില് ഈ നമ്പറുകൾ ഇങ്ങനെ ലൂപ്പായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ട് ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ലോട്ടറിയിൽ ഇയാൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇവരുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഈ ഒരു ലേഡീന്റെ കാല് കാണിക്കുകയാണ്. അവരുടെ കാല് നഷ്ടമായത് ഈ ഒരു ലോട്ടറി അടിച്ചതിന് ശേഷമുള്ള ഒരു അപകടത്തിലാണ്. അത് മാത്രമല്ല ഇവരുടെ ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്തോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസിക നില തെറ്റിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പൊ അവർ ലേഡി പറയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഷോക്കായിട്ട് ഹ്യൂഗോ പറയാണ്, ഞാനും അമേരിക്കയിൽ വെച്ചിട്ട് ഇതേ നമ്പറിൽ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവ് ആണെന്നൊക്കെ ഇപ്പൊ ആ ഒരു ലേഡീനോട് അവനിങ്ങനെ പറയാണ്. പക്ഷെ ലേഡി ആണെന്നുണ്ടെങ്കിൽ